الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ബിൻത് മകളുടെ സ്വത്തോരിയാണ് വിശദീകരിച്ച്. മകൾ ഒന്നുകിൽ അസബക്കാരിയാണ് സഹോദരനോടൊപ്പം, മകൾ ഒന്നുകിൽ സഹോദരനോടൊപ്പം അസബയാണ്. അപ്പോൾ ഒരാൾക്ക് മകനും മകളും ഉണ്ട് എങ്കിൽ ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈനി, രണ്ട് പെണ്ണിൻ്റെ ഓരിയാണ് അപ്പോൾ ആണിനുള്ളത്. അപ്പോൾ പെണ്ണിന് ആണിൻ്റെ പകുതി, നിസ്ഫു ഹദ്ദിൽ ദക്കർ. പിന്നെ മകൾക്ക് പകുതി കിട്ടും. അപ്പോൾ മകൾ മാത്രമാകുമ്പോൾ മുഅസ്സിബോ മുഷാരിക്കത്തോ ഇല്ലാതാകുമ്പോൾ, മുഅസ്സിബ് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിനോടൊപ്പം അവളുടെ സഹോദരൻ ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ മുഷാരിക്കത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണിനോടൊപ്പം അവളുടെ സഹോദരി ഇല്ലാതിരിക്കുക. അപ്പോൾ പെണ്ണിന് പകുതിയായിരിക്കും നിസ്ഫ്. പിന്നെ 2/3 അല്ലേ 2/3 കിട്ടൽ എപ്പോഴാണ്? 2/3 കിട്ടൽ മുഷാരിക്കത്ത് ഉണ്ടാകുമ്പോൾ, ഒരു മകൾ ഒന്നിലേറെ പെൺമക്കൾ ഉണ്ടാകുമ്പോൾ അവർക്ക് മുഅസ്സിബില്ല എങ്കിൽ, വെറും പെൺമക്കൾ മാത്രമാണുള്ളത് എങ്കിൽ, അത് ഒന്നിൽ കൂടുതലാണ് എങ്കിൽ അവർക്ക് 2/3 സ്വത്തോരി. അതാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ബനാത്തുൽ ഇബിൻ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇബിനുൽ മകൻ്റെ പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ മകൻ്റെ പറഞ്ഞിട്ടില്ല. ഇനി മകളും പിന്നെ മകൻ്റെ പെൺമക്കൾ, അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് മകനിലേക്ക് വരും. ഇനി ബനാത്തുൽ ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ്റെ പെൺമക്കൾക്കുള്ള സ്വത്തോരിയാണ് പറയുന്നത്. മകൻ്റെ ആൺമക്കളല്ല, അത് വേറെ, മകൻ്റെ വേറെ. ഇത് മകൻ്റെ പെൺമക്കൾക്ക് സ്വത്തോരി കിട്ടും, മകൻ്റെ ആൺമക്കൾക്ക് സ്വത്തോരി കിട്ടും പോലെ. പക്ഷേ അത് ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എങ്ങനെ മകൻ്റെ പെൺമക്കളെ നമ്മൾ മനസ്സിലാക്കുക? ഇപ്പോൾ സെയ്ദ് മരണപ്പെട്ടാൽ മകൻ്റെ പെൺമക്കൾ എങ്ങനെ? സെയ്ദിന് മകനുണ്ടാവുക. സെയ്ദ് മരിക്കുമ്പോൾ ഈ മകൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇപ്പോൾ സെയ്ദിന് ഖാലിദ് എന്ന് പറയുന്ന ഒരു മകനുണ്ട്, ഖാലിദ് എന്ന് പറയുന്ന മകനുണ്ട്. പിന്നെ ഈ ഖാലിദിന് ആയിഷ എന്ന് പറയുന്നൊരു മകളുണ്ട്. ഈ ആയിഷൻ്റെ വാപ്പാരാ? ഖാലിദാണ്. ഖാലിദ് ആദ്യം മരണപ്പെട്ട് പിന്നെ ആര് മരിക്കണത്? സെയ്ദ് മരിക്കണത്. ഖാലിദ് ആദ്യം മരിച്ചാണ്, ഒരു കുട്ടി ശേഷിക്കെ. പിന്നീടാണ് ആര് മരിക്കണത്? സെയ്ദ് മരിക്കണത്. ഖാലിദിൻ്റെ വാപ്പ മരിക്കണത്, ഈ പെൺകുട്ടീൻ്റെ വല്യാപ്പ മരിക്കണത്. ഇതാണ് മസാലൻ്റെ രൂപം. ഇനിയിപ്പോൾ ഈ ഖാലിദിന് വേറെ പെൺകുട്ടി ഉണ്ട് നോക്കാം, ഫാത്തിമ. അപ്പോൾ സെയ്ദ് ഇപ്പം കഴിഞ്ഞ റമദാനിന് മരിച്ച്, ഖാലിദ് മരിച്ച്, ഈ കുട്ടികളെ വാപ്പ മരിച്ച്. പിന്നെ ഇപ്പോൾ ഈ റജബ് തുടങ്ങിയപ്പോഴാണ് ഖാലിദ് മരിക്കുന്നത്, സെയ്ദ് മരിക്കുന്നത്. അപ്പോൾ സെയ്ദിൻ്റെ സ്വത്ത് ഓരി വെക്കുമ്പോൾ ആരാ സെയ്ദിന് അനന്തരം എടുക്കാനുള്ളത്? ഖാലിദ് ഉണ്ടാ? ഇല്ല, ഖാലിദ് മരിച്ചുപോയി. വലൈക്കും സലാം. അപ്പോൾ ആരാ ഉള്ളത്? ഖാലിദിൻ്റെ ബനാത്തുൽ ഇബിൻ, സെയ്ദിൻ്റെ ബനാത്ത് അൽ ഇബിൻ, മകൻ്റെ മക്കളാണുള്ളത്. ഇതാണ് മസാല. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക്, പേരക്കുട്ടികളായ പെൺകുട്ടികൾക്ക്, അതും ഏത് പേരക്കുട്ടി? മകളുടെ പെൺമക്കളല്ല, പിന്നെയോ മകൻ്റെ പെൺമക്കൾ. മകളുടെ മക്കളല്ല, മകളുടെ മക്കൾക്ക് സ്വത്തോരി ഉണ്ടാവില്ല. പക്ഷേ മകൻ്റെ മക്കൾക്കാണ് അവർക്ക് സ്വത്തോരി നിയമപ്രകാരം. അപ്പോൾ ഇതാണ് മസാല. മകൻ്റെ പെൺമക്കൾ അവർക്കുള്ള സ്വത്തോരിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആദ്യം മനസ്സിലായ മകൻ്റെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ മയ്യത്തിൻ്റെ ആൺമക്കളുടെ പെൺകുട്ടികൾ, മയ്യത്തിൻ്റെ പേരക്കുട്ടികളായ പെൺകുട്ടികൾ, പക്ഷേ ആൺ മകനിലൂടെ ഉള്ള. എത്രയാണ് അവർക്ക് സ്വത്തോരി? ഒന്നുകിൽ ഇപ്പം നമ്മൾ പെൺമക്കളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒന്നുകിൽ
ആണിൻ്റെ പകുതി, ആൺകുട്ടിയുടെ പകുതി, അല്ലെങ്കിൽ പകുതി, പെൺകുട്ടിക്ക് പറഞ്ഞില്ലേ പകുതി, അല്ലെങ്കിൽ 2/3, അല്ലെങ്കിൽ പെൺകുട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 1/6. പെൺകുട്ടിക്ക് 1/6 ഒരു മകൾ മാത്രമാണെങ്കിൽ 1/6 പറഞ്ഞോ? ഇല്ല. അല്ലെങ്കിൽ പെൺമക്കൾക്ക് പറഞ്ഞപ്പോൾ 6 പറഞ്ഞോ? 6 പറഞ്ഞില്ല. പക്ഷെ മകൻ്റെ പെൺമക്കൾക്ക് 6 വരും. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ പിന്നെ വാപ്പ മകൻ, പിന്നെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരെക്കുറിച്ചാണ്? വേറെ കുട്ടികളെക്കുറിച്ചാണ്, മകൻ്റെ പെൺമക്കളെക്കുറിച്ചാണ്. അത് ആദ്യം തസവ്വുറാണ്, എന്നിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. തയ്യും മകൻ്റെ വലിയാപ്പാൻ്റെ സ്വത്ത് പേരക്കുട്ടികൾക്ക് വീതിക്കുമ്പോൾ അതിലാദ്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ആരെ സ്വത്താണ് ഓരിക്കുന്നത്? വലിയാപ്പാൻ്റെ സ്വത്താണ് ഓരിക്കുന്നത് അല്ലേ? ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയാപ്പാൻ്റെ സ്വത്താണ്. അപ്പോൾ ഇവിടെ ബിന്ത് ഇബിൻ അല്ലേ? ബിന്ത് ബിന്നാണ് സ്വത്ത് കൊടുക്കുന്നത്. ഈ വല്യാപ്പാൻ്റെ സ്വത്ത് ഓരി വെക്കുമ്പോൾ ഇടയിൽ ചിലപ്പം ആളുണ്ടായിരിക്കും, സ്വത്ത് അനന്തരെടുക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇടയിൽ സ്വത്ത് അനന്തരെടുക്കാത്ത ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സ്വത്ത് അനന്തരെടുക്കണില്ല, വാപ്പാൻ്റെ സ്വത്ത് വേറെ ആരും അനന്തരെടുക്കില്ല. ആരാ നേരിട്ട് അനന്തരെടുക്കുന്നത്? ഈ മകൻ്റെ മകളാണ്, അല്ലെങ്കിൽ ഒന്നിലേറെ മക്കളാണ്. ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? വാപ്പാൻ്റെ സ്വത്ത് ഓരി വെക്കുമ്പോൾ ഇവിടെ സ്വത്ത് അനന്തരെടുക്കുന്ന ചിലർ വന്നേക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മകളുണ്ട്, പിന്നെ മകൻ്റെ മകളുണ്ട്. കണ്ട? അപ്പം ഇവിടെ ഈ വ്യക്തിനെ ഇതിൽ നേരിട്ട് ആരാണ് അനന്തരെടുക്കുന്നത്? പേരക്കുട്ടിയാണ് അനന്തരെടുക്കുന്നത്, മകൻ്റെ മകളാണ് അനന്തരെടുക്കുന്നത്. ഇവിടെ എന്തില്ല? മയ്യത്തിൻ്റെയും അനന്തരെടുക്കുന്ന ആളുടെയും ഇടയിൽ എന്തില്ല? ഒരു കണ്ണില്ല. പറഞ്ഞ മനസ്സിലായ? ഇവിടെ അങ്ങനല്ല, മയ്യത്തിൻ്റെയും പേരക്കുട്ടിൻ്റെയും ഇടയിൽ എന്തുണ്ട്? വേറൊരാളെ സ്വത്ത് അനന്തരെടുക്കാനുണ്ട്. അപ്പോൾ ഈ മസലയെ എങ്ങനെ പറയുന്നറിയോ? ഈ ബിന്ത് ഇബ്നിൻ്റെ മുകളിൽ ഒരു ഫർഉൻ വാരിസ് വരുന്നതുമുണ്ട്, ഇതുപോലെ വരാത്തതുമുണ്ട്. അതായത് നമ്മൾ ആര് സ്വത്ത് അനന്തരെടുക്കണം അവിടെ പറയണത്? ബനാത്തുൽ ഇബിൻ, മകൻ്റെ പെൺമക്കൾ അനന്തരെടുക്കുക ആരെയാണ്? അവരുടെ വല്യാപ്പാനെയാണ്. ഒന്നുകിൽ നേരിട്ട് അനന്തരെടുക്കും, അവരുടെ ഇടയിൽ ഒരു അനന്തരെടുക്കുന്ന ആളില്ലാതെ, അല്ലെങ്കിലോ ഇടയിൽ അനന്തരെടുക്കുന്ന ഒരാളുണ്ടാവും, എന്നിട്ട് എന്ത് ചെയ്യും? ഇവരും അനന്തരെടുക്കും. ഇതുപോലെ ഈ രൂപത്തിൽ പോലെ കണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് എഴുതിയാൽ, ഇപ്പോൾ സെയ്ദ് വല്ലിപ്പയാണ്. ഈ വല്ലിപ്പ ആരാണ്? സെയ്ദാണ്. സെയ്ദ് മരിച്ചപ്പോൾ ബിന്ത് ഇബിനുണ്ട്. റഹ്മക്കല്ലാ, കണ്ട? ബിന്ത് ഇബിനുണ്ട്. എങ്കിൽ ബിന്ത് ഇബിന് എത്രയാണ് സ്വത്ത്? പകുതിയാണ് സ്വത്ത്. മകള് ഒറ്റക്കായാലും എങ്ങനെയാണ്? പകുതി സ്വത്ത് എന്ന പോലെ. പിന്നെ ഫർദിൻ്റെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും പകുതി സ്വത്ത്. എന്നാൽ സെയ്ദ് മരിച്ച് ബിന്ത് ഇബ്നും ഉണ്ട്, ബിന്തും ഉണ്ട്. കണ്ട? ബിന്ത് ഇബ്നും ഉണ്ട്, ആരുണ്ട്? ബിന്തും ഉണ്ട്. അപ്പോൾ ഈ പേരക്കുട്ടിൻ്റെ മുകളിൽ ആര് വന്നു? ഒരു ഫർഉൻ വാരിസ് വന്ന് അനന്തരെടുക്കുന്ന ഫർഉ വന്ന്. അപ്പോൾ സൂറത്ത് മാറി, രൂപം മാറി. അപ്പോൾ ഇവിടെ ഈ മസലയിൽ മകൾക്ക് എത്ര കൊടുക്കുക? മകൾക്ക് പകുതി കൊടുക്കുക. കാരണം നമ്മൾ പറഞ്ഞു, ഒരു മസലയിൽ ഇതിന് മുഅസ്സിബില്ല. ഇവിടെ മുഅസ്സിബുണ്ടാ? ഇല്ല. ഈ പെണ്ണിനോടൊപ്പം അനന്തരെടുക്കാൻ അതിൻ്റെ സഹോദരനില്ല. പിന്നെ ഈ പെണ്ണിന് മുഷാരിക്കത്തുണ്ടോ? ഇല്ല. മുഷാരിക്കത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ ദർജയിൽ ഒരു പെണ്ണ് ഇവിടെ ഇല്ല, വേറല്ല, അവളുടെ സഹോദരി ഇല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എത്ര സ്വത്ത്? പകുതിയാണ്. ഈ മസലയിൽ ഈ കുട്ടിക്ക് സ്വത്തോരിയുണ്ട്, മകൻ്റെ മകൾക്ക് സ്വത്തോരിയുണ്ട്. അത് 6/1. 6/1 സ്വത്തോരി. അത് തക്മിലത്തുൽ സുലുസൈൻ, 3/2 തികക്കുവാൻ എന്നാണ് പറയുക.
പെൺമക്കളുടെ സ്വത്തോരി ഒരിക്കലും ഒരു അനന്തര സ്വത്ത് ഓരി വെക്കുമ്പോൾ പെൺമക്കളുടെ ഫുറൂഇൽ പെൺമക്കളുടെ സ്വത്തോരി ഒരിക്കലും 2/3 പോകാൻ പാടുള്ളതല്ല. കൂടിയാൽ എത്രയോ പോകാൻ പാടുള്ളൂ? 2/3. ആ 2/3 ഇത്തരം മസലകളിൽ തികക്കും. അതുകൊണ്ട് തന്നെ മകൾക്ക് പകുതി കൊടുത്താൽ 2/3 തികക്കാം. പിന്നെ 1/6 വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ 1/6 ആർക്ക് കൊടുക്കും? ഈ ബിൻത്ത് ഇബ്നിന് കൊടുക്കും, മകൻ്റെ മകൾക്ക് കൊടുക്കും. അപ്പോൾ ഒന്നുകൂടി നമ്മൾ മസല തസവുറാക്കണം. ആരുടെ സ്വത്തോരിയാണ് നമ്മൾ പറയുന്നത്? മകൻ്റെ പെൺമക്കളുടെ സ്വത്തോരിയാണ് പറയുന്നത്. മകൻ്റെ പെൺമക്കൾ അവരുടെ പിതാവിനെ അനന്തരമെടുക്കുമ്പോൾ ഒന്നുകിൽ ഇവരുടെ മുകളിൽ ഒരു ഫറ ഇല്ലാതെ സ്വത്ത് അനന്തരം എടുക്കും, അല്ലെങ്കിൽ ഒരു ഫറ ഉണ്ടായിരിക്കെ സ്വത്ത് അനന്തരം എടുക്കും. ഫറ ഉണ്ടായിരിക്കെ സ്വത്ത് അനന്തരം എടുക്കും. അതാണ് അത് ഇനി നമ്മൾ പറയാൻ പോണത്. ഒരു ഫറ ഉണ്ടായിരിക്കെ സ്വത്ത് ഈ ബിൻത്ത് ബിൻ സ്വത്ത് അനന്തരം എടുക്കുമ്പോൾ ഈ ഫറ ആണാണ് എങ്കിൽ ഇവൾക്ക് സ്വത്ത് കിട്ടുക? സ്വത്ത് കിട്ടുക. ആ ആണ് ഈ പെണ്ണിനെ തടയും, ഇതിനെ തടയും. ഫറ ആണാണ് എങ്കിൽ തടയും. ഫറ ഉണ്ടല്ലോ, ഒരു പെണ്ണാണ് എങ്കിൽ അനന്തരം എടുക്കുന്ന ഒരു പെണ്ണാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു എത്ര സ്വത്ത് വരെ ഉണ്ടാക്കുക? ഇയാൾക്ക് 1/6 ഈ ഫറ ഒന്നിലധികം പെണ്ണാണ് എങ്കിൽ, സ്വത്ത് അനന്തരം എടുക്കുന്ന ഫറ ഒന്നിലധികമാണ് എങ്കിൽ അവരെന്ത് ചെയ്യും? ഈ പെണ്ണിനെ തടയും, ഹജബ ചെയ്യും, സ്വത്ത് കൊടുക്കില്ല, കിട്ടൂല. മനസ്സിലാവണം. പറഞ്ഞ മനസ്സിലായ? ഇത് ഇച്ചിരി ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ബിൻത്ത് ബിൻ മകൻ്റെ പെൺമക്കളുടെ സ്വത്തോരിയാണ് നമ്മൾ പറയുന്നത്. മകൻ്റെ പെൺമക്കൾക്ക് സ്വത്തോരിയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. മകൻ്റെ പെൺമക്കൾ അവരുടെ പ്രപിതാവിനെ സ്വത്ത്, കാരണം മകന് മരിച്ചതുകൊണ്ടാണ് മകൻ്റെ മകളുടെ സ്വത്തിനെ കുറിച്ച് ചർച്ചയാണ് വരുന്നത്. ഇവിടെ അവരുടെ വാപ്പ മരിച്ചാണ്. ഓക്കെ, അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അനന്തരം എടുക്കാരെയാണ് അവരുടെ വല്യാപ്പാനെയാണ്. ഒന്നുകിൽ വല്യാപ്പാനെ നേരിട്ട് അനന്തരം എടുക്കും, ഇടയിൽ ഇയാൾ അനന്തരം എടുക്കുന്ന ഫറ ഇല്ലാതെ, അല്ലെങ്കിലോ ഫറ ഉണ്ടായിട്ട് അനന്തരം എടുക്കും. ഒന്നുകിൽ ഈ ഫറ ആരാകാം? ഇവളുടെ വാപ്പല്ലാത്ത വേറെ മക്കളായിക്കൂടെ? ഇവളുടെ വാപ്പയാണ് മരിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവളെ സ്വത്തോരിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇയാൾക്ക് വേറൊരു ആൺകുട്ടി ഉണ്ട് നോക്കിയാൽ, അപ്പോൾ ഇവൾക്ക് സ്വത്ത് കിട്ടുമോ? സ്വത്ത് കിട്ടൂല, അവൾ തടയപ്പെടും. ഇനി ഇയാൾക്ക് ഉള്ളത് ഒരു പെൺകുട്ടിയാണ്, അവൾക്കുള്ളത്, ഇയാൾക്കുള്ളത് ഒരു പെൺമകളാണ് എങ്കിൽ, ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ഇവൾക്ക് സ്വത്തോരിയുണ്ട്, മകൻ്റെ മകൾക്ക് സ്വത്തോരിൻ്റെ എത്രയാണ്? 1/6. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഫറഉൻ വാരിസ് ഒരു ഉൻസയാണ് എങ്കിൽ, ഒരു പെണ്ണാണെങ്കിൽ. എന്നാൽ ഒന്നിലധികം പെണ്ണാണെങ്കിലോ? ഒന്നിലധികം പെൺകുട്ടികളാണ് എങ്കിൽ ഇവർ തന്നെ എന്തെടുക്കും? 2/3 എടുക്കും. ഇവർ തന്നെ എന്തെടുക്കും? 2/3 എടുക്കും. അപ്പോൾ ആർക്ക് സ്വത്ത് കിട്ടൂല? ബിൻത്ത് ബിന്ന് കിട്ടൂല. നമ്മൾ പറഞ്ഞ് പെൺമക്കളുണ്ടല്ലോ ഫറ കൂടിയാൽ അവരെത്ര സ്വത്ത് അനന്തരം എടുക്കുള്ളൂ? 2/3 സ്വത്ത് എടുക്കുള്ളൂ. 2/3 കൂടുതൽ ഒരിക്കലും പെൺകുട്ടികൾക്ക് സ്വത്ത് വരില്ല. അപ്പോൾ ഇവിടെ 2 പെൺമക്കളുണ്ടായാൽ എന്തായി? അവരുടെ വാപ്പാനെ 3/2 വരെ തന്നെ അനന്തരം എടുത്ത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു സ്വത്ത് ബാക്കി കാണില്ല. അതുകൊണ്ട് തന്നെ ഈ മകൻ്റെ മകൾ എന്ത് ചെയ്യും? അതിൽ തടയപ്പെടും. മകൻ്റെ മകൾ തടയപ്പെടും. എങ്ങനെ? ബാക്കി ഉണ്ടാവും. അത് പിന്നീടുള്ള ആളുകൾക്കാണ് പോവുക. ആർക്ക് വരൂല? പെൺമക്കളിലൂടെ വരൂല. പക്ഷെ ഒരു മസ്അല ഉണ്ട് അനന്തരാവകാശത്തിൽ. ഒരു മസ്അല, ഒരു ഇബ്നുൽ മുബാറക് എന്ന് പറയും, അഹുൻ മുബാറക്, അഹുൻ മഷ്ഊം എന്ന് പറയും, അല്ലെങ്കിൽ ഇബ്നുൽ മുബാറക്, ഇബ്നുൽ മഷ്ഊം എന്ന് പറയും. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ സ്വത്ത് അനന്തരം കിട്ടും. അതിനാണ് പിന്നെ ഒരു മബ്റൂക്കായ മകൻ ഇവിടെ വന്നാൽ എന്ന് പറയും. അതെങ്ങനെയെന്നറിയോ? ഇപ്പോൾ ഇതേപോലെ ഒരു മസലയിൽ ഇപ്പോൾ ഒരാൾ സെയ്ദ് മരിച്ച്, സെയ്ദിന് 2 പെൺമക്കളുണ്ട്. ഒരു ബിൻത്ത് ഇബ്നുണ്ട്, ബിൻത്ത് ഇബ്നുണ്ട്. പിന്നെ ഒരു അഹുണ്ട്. ആർക്ക്? സെയ്ദിന്. സെയ്ദ് മരിച്ച്
2 പെൺമക്കളുണ്ട്. 2 പെൺമക്കളുണ്ട്. ഒരു ബിൻതിബിനുണ്ട്, ഇയാളുടെ പേരക്കുട്ടിയുണ്ട്, മകൻ്റെ മകളുണ്ട്. പിന്നെ ആരുണ്ട്? ഒരഹുണ്ട്, സെയ്ദിൻ്റെ ഒരു അഹുണ്ട്, സഹോദരനുമുണ്ട്. ഈ മസലയിൽ ഇവൾക്ക് എത്ര സ്വത്ത്? 3/2. ബാക്കി ഈ സഹോദരനാണ്. ഇവൾ തടയപ്പെടും, അവൾക്ക് സ്വത്തില്ല. കാരണം എന്തുകൊണ്ട്? ഈ മസലയിൽ ആകെ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയാണ്? 3/2. അത് മുഴുവൻ ആരെടുത്ത്? ഇവരെടുത്ത്. പിന്നെ ഇവർക്ക് സ്വത്തില്ല. എന്നാൽ ഇതേ മസലയിൽ ഈ പെൺകുട്ടികളോടൊപ്പം ഇവിടെ ബിൻതാനി വന്ന്, ഇവിടെ ബിൻതിബിന് വന്ന്, ഒരു ഇബിനും വന്ന്, കണ്ട, ഇബിനും വന്ന്, ബിൻതിബിനും വന്ന്. അപ്പോൾ ഈ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇതാരാ? സഹോദരനാണ്. ഈ അഹുണ്ട്, കണ്ടോ? ഈ മസലയിൽ അഹ് തടയപ്പെടും. ആര് കാരണത്താൽ? ഈ ഇബിന് കാരണത്താൽ. കണ്ടോ? ഇവർക്ക് 3/2 സ്വത്ത് കൊടുക്കും, ബാക്കി ഇവർക്കുള്ളതാണ്. കാരണം എന്താ? ഇത് ഇബിനുണ്ട്. ഇബിനോടൊപ്പം അസബയാണ് ആര്? ബിൻതിബിൻ. അപ്പോൾ ലി ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ, 2 ആണിൻ്റെ ഓരി ഉണ്ടല്ലോ, 2 പെണ്ണിൻ്റെ ഓരിയാണ്, അല്ല 2 ഒരാണിൻ്റെ പകുതിയാണ് ആർക്ക്? ഇവിടെ പെണ്ണിന് വരിക. കണ്ടോ? അപ്പോൾ ഇവിടെ ഈ പെണ്ണിന് കിട്ടി സ്വത്ത്. അതിന് കാരണം ആരാ? ഈ ഇബിനാണ്. അതുകൊണ്ട് ഈ അനന്തരാവകാശത്തിൻ്റെ ഭാഷയിൽ പറയൽ ഇബ്നുൻ മുബാറക് എന്നാണ്, അല്ലെങ്കിൽ അഹുൻ മുബാറക്, അനുഗ്രഹീതനായ ഒരു സഹോദരനാണ് ആര്? ഇത്. കാരണം ഈ സഹോദരൻ ഉള്ളതുകൊണ്ട് അതിന് സ്വത്ത് കിട്ടിയത്. സഹോദരനില്ലാത്തതുകൊണ്ടുണ്ടോ ഇവിടെ തടയപ്പെട്ട്. സത്തൊക്കെ ആർക്കാണ് പോയത്? ഇയാളുടെ മയ്യത്തിൻ്റെ അഹിനാണ് പോയത്. കണ്ടോ? അപ്പോൾ അത് പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഈ അസലിൽ നിന്ന് പോകണ്ട. ഇപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണത് മകൻ്റെ മകൾക്ക് സ്വത്തോരി, അതാണ് നമ്മൾ വിഷയം. നമ്മൾ പറഞ്ഞ് ഈ മകൻ്റെ മകളുടെ മുകളിൽ ഒരു ഫറ ഉണ്ട് എങ്കിൽ, ഫറ എന്ന് പറഞ്ഞാൽ സ്വത്ത് അനന്തരം എടുക്കുന്ന ഫറ ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് നോക്കും. ആ ഫറ ഒരാണാണ് എങ്കിൽ ഇയാൾക്ക് സ്വത്തില്ല, ബിന്ദുവിൻ്റെ സ്വത്തില്ല. ഒരു പെണ്ണാണെങ്കിലോ 6/1 സ്വത്തുണ്ട്. ഒന്നിലേറെ പെണ്ണാണെങ്കിലോ ഇവരെന്ത് ചെയ്യും? സ്വത്ത് മുഴുവൻ 3/2 അനന്തരം എടുക്കും. ഈ പെണ്ണ് തടയപ്പെടും. ഖലാസ്. ഇനി ഒരു സൂറത്ത് നമുക്ക് ബാക്കിയുണ്ട്. അതേതാ? ഇതിൽ നമ്മൾ പറയേണ്ട ഒരു രൂപ ഏതാ? ഈ രൂപമാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതെന്താ രൂപം? അതെന്ന് പറഞ്ഞാൽ ആ രൂപം എന്ന് പറഞ്ഞാൽ അല്ല, ഈ രൂപം പറയും. ഇവിടെ എന്തിനാ ഞാൻ ഇതിങ്ങനെ വരച്ചേ? മയ്യത്തിൻ്റെയും ബിൻതിബിനിൻ്റെയും ഇടയിൽ ഫറഉൻ വാരിസ്, അനന്തരം എടുക്കുന്ന ഒരു ഫറ ഇല്ലാതെ ബിൻതിബിൻ നേരിട്ട് മയ്യത്തിന് അനന്തരം എടുക്കുന്ന മസലയാണ്. അത് ഒന്നുകിൽ നേരിട്ട് അനന്തരം എടുക്കുമ്പോൾ ഒന്നുകിൽ തഹസീബായിട്ടാണ് എടുക്കുക. തഹസീബായിട്ട് അത് ഞാൻ വിശദീകരിക്കാം. അല്ലെങ്കിൽ 3/2 സ്വത്തെടുക്കുക. 3/2 സ്വത്തെടുക്കുക. ബിൻതിബിൻ ഉണ്ടല്ലോ, അവരുടെ സ്വത്തുവരി നമ്മൾ പറയണത്. മയ്യത്തിന് നേരിട്ട് അനന്തരം എടുക്കുമ്പോൾ, ഫറഉൻ വാരിസ് ഇല്ലാതെ നേരിട്ട് അനന്തരം എടുക്കുമ്പോൾ ഒന്നുകിൽ അസബയായിരിക്കും, അല്ലെങ്കിലോ 3/2 എപ്പോഴായിരിക്കും അസബ? ഇവളുടെ കൂടെ ബിൻതിബിൻ്റെ കൂടെ ഒരു ഇബിൻ ഉണ്ടാകുമ്പോൾ, ഇബിൻ ഉണ്ടാകും. ഇവിടെ ബിൻതിബിനും ഉണ്ട്, ഒരു ഇബിനും ഉണ്ട്. അപ്പം എന്തായി? വലിയാപ്പാൻ്റെ സ്വത്ത് ഇവർക്ക് മൊത്തത്തിലാണ്. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസൈൻ. ഈ ആണിന് 2 ഓരി കൊടുക്കും, പെണ്ണിന് 1 ഓരിയും കൊടുക്കും. മനസ്സിലായോ? അത് ഉദാഹരണം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എങ്കിൽ, ഖാലിദ് മരിച്ചു, ഖാലിദിന് എന്തുണ്ട്? ഒരു ഇബിനും ഉണ്ട്, ഒരു ബിൻസ് ഇബിനും ഉണ്ട്. കണ്ട? ഖാലിദിനെ നേരിട്ടാണ് ഇവർ അനന്തരം എടുക്കേണ്ടത്. ഇടയിൽ ഫറയുണ്ടോ? ഇടയിൽ ഫറയില്ല. അപ്പോൾ സ്വത്ത് മുഴുവൻ ആർക്കുള്ളതാണ്? ഇവർക്കുള്ളതാണ്. എങ്ങനെയാണ് സ്വത്ത് അനന്തരം എടുക്കുക? സ്വത്ത് 3 ആക്കി ഓരി വെക്കും. 2 ഓരി വടിയും 1 ഓരി വടിയും. കണ്ടോ? അസബയായിട്ടാണ്. ഒന്നായിട്ട് സ്വത്ത് ഈ ആൺ പേരക്കുട്ടിയോടൊപ്പം ഈ പെണ്ണ് എന്ത് ചെയ്യും?
ഒന്നായിട്ട് സ്വത്ത് അനന്തരം എടുക്കും. ശരി. അപ്പോൾ ഇവിടെ ഇവരുടെ വാപ്പ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചിട്ടുണ്ട്. ഇവരുടെ വാപ്പ. ഇനി ഇവരുടെ വാപ്പ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാപ്പ വേറെ, ഇതിൻ്റെ വാപ്പായാലും മതി. ഇയാളുടെ 2 മക്കൾ മരിച്ചിരിക്കുന്നു. ഒരു മകനിൽ ഒരു പേരക്കുട്ടിയാണ്, മറ്റൊരു മകനിലോ ഒരു പെൺപേരക്കുട്ടിയാണ്. എന്നാലും മതി. എന്നാലും ഇവർ രണ്ടാളും സഹോദരങ്ങളാണ്. സ്വത്ത് അനന്തരം എടുക്കൽ ഇങ്ങനെയാണ്. ഖലാസ്. അപ്പോൾ മയ്യത്തിന് പേരക്കുട്ടി നേരിട്ട് അനന്തരം എടുക്കുമ്പോൾ ഒന്നുകിൽ തഹസീബായിട്ട് അനന്തരം എടുക്കും. തഹസീബായിട്ട് അനന്തരം എടുക്കുക എന്ന് പറഞ്ഞാൽ ആണിൻ്റെ പകുതി പെണ്ണ്. ഇനി ഇവിടെ വേറൊരാണും ഉണ്ട് നോക്കുക, ഇബിൻ. വേറെ ആൺകുട്ടിയാണെങ്കിലും അതിന് കൊട്ടും. ഇനി വേറെ പെൺകുട്ടി ഉണ്ട് നോക്കുക, ബിൻതുബിൻ ഉണ്ട് നോക്കുക. അപ്പം എന്ത് ചെയ്യും? കിട്ടും. അവർ ഒരേ ദർജയിലാണെങ്കിൽ, ഒരേ ദർജയിലാണെങ്കിൽ. ഇതോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ ഒരേ ദർജയാണ്. ഒരേ ദർജ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ? പേരക്കുട്ടികളാണ്, മകൻ്റെ മക്കളാണ്, മകൻ്റെ മക്കളാണ്. ഇനി ഇവിടെ വേറൊരു മകൻ ഉണ്ടല്ലോ. ഇപ്പം ഇവിടെ ഇങ്ങനെയാണ് നോക്കുക, ഇത് മകൻ്റെ മകനാണ്, ഇത് മകൻ്റെ മകളാണ്, ഇത് മകൻ്റെ മകൻ്റെ മകനാണ്. സ്വത്ത് കിട്ടുക? ആർക്ക് കിട്ടൂല? ഇതിന് കിട്ടൂല. എന്തുകൊണ്ട്? ഈ ഇബിനുള്ളത് കൊണ്ട്. ഇബിൻ ആരെ തടഞ്ഞ്? ഇബിനെ തടഞ്ഞ്. കണ്ട? ഇനി ഈ മസലയിൽ തന്നെ ഇങ്ങനെയാണ് നോക്കുക, മകൻ്റെ മകളുമുണ്ട്, മകൻ്റെ മകൻ്റെ മകനുമുണ്ട്. ഇവിടെ അല്ല, അങ്ങനെയല്ല. മകൾക്ക് കിട്ടും, ഇവനും കിട്ടും. ഈ മകൻ എന്ത് ചെയ്യുന്നറിയോ? മകൻ്റെ മകൻ്റെ ദർജയിലേക്ക് കൊണ്ടുവരും. എന്നിട്ടാണ് എന്ത് ചെയ്യുക? സ്വത്ത് വരിയൊക്കെ ലിദക്കരി മിസ്ലു ഹദിലാൻ. എന്നാൽ മകൻ്റെ 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 മകൻ അങ്ങനെ എത്ര പോയിട്ടുണ്ടെങ്കിലും മകൻ്റെ മകളുണ്ട് എങ്കിൽ മകൻ്റെ മകനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവളുടെ ദർജയ്ക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് സ്വത്ത് കൊടുക്കും. മനസ്സിലായ? തൈ ഇപ്പം നമ്മളെന്താ പറഞ്ഞേ? ഇവിടെ ഒന്ന് പറഞ്ഞാണ്, മകൻ്റെ പെൺമക്കളുടെ സ്വത്തോരിയാണ്. അപ്പം മകൻ്റെ പെൺമക്കൾ അവരുടെ വല്യപ്പാനെ നേരിട്ട് അനന്തരം എടുക്കുകയാണ്. അതായത് ഇടയിൽ ഫറയില്ലാതെ നേരിട്ട് അനന്തരം എടുക്കുമ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യും? തഹസീബായിട്ട് അനന്തരം എടുക്കും നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ 3/2 അനന്തരം എടുക്കും. എപ്പോഴായിരിക്കും 3/2 അനന്തരം എടുക്കുക? 3/2 അനന്തരം എടുക്കൽ ബിൻതിബിൻ കണ്ട? 2 വന്ന് 2 വന്നാൽ എത്രയാണ് സ്വത്തോരി? ഇവർക്ക് 3/2. 3/2 സ്വത്തോരി. അപ്പോൾ 3/2 ഇവർക്ക് സ്വത്തോരി കിട്ടണമെങ്കിൽ ഇവരെന്ത് ചെയ്യണം? അവരുടെ വല്യാപ്പാനെ നേരിട്ട് അനന്തരം എടുക്കണം. 1. ഇടയിൽ ആരുണ്ടാകാൻ പാടുള്ളതല്ല? ഫറവൻ വാരിസ് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഫറവൻ വാരിസ് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇവരുടെ കൂടെ മുഅസ്സിബ് ഉണ്ടാകാൻ പാടില്ല. മുഅസ്സിബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇബിൻ ഉണ്ടാകാൻ പാടുള്ളതല്ല. അതാണല്ലോ അവരുടെ മുഅസ്സിബ് ഉണ്ടാകാൻ പാടുള്ളതല്ല. പിന്നെയോ ബിൻതിബിന് മുഷാരിക്കത്ത് ഉണ്ടാകണം. 1 ഒന്നിൽ കൂടുതലോ മുഷാരിക്കത്ത് ഉണ്ടാകണം. അപ്പോൾ പിന്നെ ഇനി നമ്മൾ അതിൻ്റെ ഓരോ തഫ്സീലായിട്ട് നമുക്ക് വരും. ഇത് ഞാൻ അതിൻ്റെ രൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പിന്നെ മൊത്തത്തിൽ എഴുതിയതാണ്. മകൻ്റെ പെൺമക്കൾ അവർക്ക് സ്വത്തോരിയുണ്ട്. മകൻ്റെ പെൺമക്കൾക്ക് സ്വത്തോരിയുണ്ട്. ഒന്നുകിൽ അവർ മയ്യത്തിനെ നേരിട്ട് അനന്തരം എടുക്കും. നേരിട്ട് അനന്തരം എടുക്കുമ്പോൾ ഒന്നുകിൽ അവർക്ക് 2 ആണിൻ്റെ പകുതിയാണ്. ഒരാണിൻ്റെ പകുതിയാണ്. ഒരാണിൻ്റെ പകുതി ഓരിയാണുള്ളത്. എപ്പോൾ? അവരുടെ കൂടെ ഒരു മുഅസ്സിബ് ഉണ്ടാകുമ്പോൾ, അവരുടെ കൂടെ 1 ഒന്നിൽ കൂടുതലോ മുഅസ്സിബ് ഉണ്ടാകും. കാരണം അവരുടെ സഹോദരങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരുടെ ദർജയിലൊത്ത സഹോദരങ്ങൾ ഉണ്ടാകുമ്പോൾ 3/2 സ്വത്തോരി കിട്ടും. അതെപ്പോഴാണ്? അവരുടെ കൂടെ മുഷാരിക്കത്ത് ഉണ്ടാകുമ്പോൾ, മുഅസ്സിബ് ഉണ്ടാകാതെ. പക്ഷേ ഇതിൽ ഉണ്ടാവില്ല. ഫറഉൻ വാരിസൻ ആല, ഇവരുടെ മീതെ അനന്തരം എടുക്കുന്ന ഫറ ഉണ്ടാവില്ല. മനസ്സിലായി? ഫറഉൻ വാരിസ് ഇവർക്ക് ഉണ്ടെങ്കിൽ, ഇവരുടെ മീതെ ഉണ്ടെങ്കിൽ, മയ്യത്തിന് അനന്തരം എടുക്കുന്ന ഫറഉൻ വാരിസ് ഇവരുടെ മീതെയുണ്ടെങ്കിൽ 3 അവസ്ഥയാണ്.
ഫറഉൻ വാരിസ് ദക്കർ ആണാണ് എങ്കിൽ ഇവർക്ക് സ്വത്തുമില്ല. ഫറഉൻ വാരിസ് 1 പെണ്ണാണ് എങ്കിൽ, ഒരു പെണ്ണാണ് എങ്കിൽ അവർക്ക് 6-1 ഫറഉൻ വാരിസ് 1-ലേറെ പെൺമക്കളാണ് എങ്കിൽ ഇവർക്ക് സ്വത്തോരിയില്ല. ഈ പെൺമക്കൾ എന്ത് ചെയ്യും? ഇവരെ തടയും. അതായത് ഈ കുട്ടികൾക്ക് ഒരമ്മായിയാണുള്ളത് എങ്കിൽ ഇവർക്ക് എന്ത് കിട്ടും? 6-1 കിട്ടും. ഈ കുട്ടികൾക്ക് 1-ലേറെ അമ്മായിമാരുണ്ടെങ്കിൽ എന്നില്ല, അവർക്ക് സ്വത്തോരില്ല, അവർ തടയപ്പെടും. അത് നമ്മൾ എഴുതിയില്ല ഇവിടെ. അഹുണ്ട് എങ്കിൽ അതാണ് പറഞ്ഞത്, അഹു മുബാറക്, ഇവർക്ക് ബർക്കത്തുള്ള ആങ്ങള, കുരുത്തം പൊരുത്തുള്ള ഒരാങ്ങള, അവർ എന്ത് ചെയ്യും? അയാൾ കാരണത്താൽ ഇവർക്ക് സ്വത്ത് കിട്ടും. ഇനിയാണ് നമ്മളെ ഏട്. ആ ഏടിലെ ഉദാഹരണങ്ങളാണ്. അതിൽ പെട്ടെന്ന് നമുക്ക് കുറച്ചുകൂടി ഇതാക്കും. ബനാത്തുൽ ഇബിൻ, മകൻ്റെ പെൺമക്കളാണ്. മകൻ്റെ പെൺമക്കളുടെ സ്വത്തോരി നമ്മൾ പറഞ്ഞത്, 1 നിസ്ഫു ഹദ്ദി ദക്കർ. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ ഇപ്പോൾ ഈ വിശദീകരിച്ചതിൻ്റെ ഒന്നും കൂടി തഫ്സീലാണ് അവിടെ ഉള്ളത്, നിങ്ങൾക്ക് പറയാൻ പറ്റും. നിസ്ഫു ഹദ്ദി ദക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ആണിൻ്റെ പകുതി, ആണിൻ്റെ ഓഹരിയുടെ പകുതി. ഹദ്ദ് പറഞ്ഞാൽ ഓഹരിയാണ്. അപ്പോൾ ആണിൻ്റെ ഓഹരിയുടെ പകുതിയാണ് മകൻ്റെ പെൺമക്കൾക്ക്. എപ്പോഴാണത് ഒന്ന് പറഞ്ഞാണി? മകൻ്റെ അല്ല, ആണിൻ്റെ പകുതി ഓരി കിട്ടൽ. 1 അവരെന്ത് ചെയ്യണം? അവരുടെ മീതെ ഫറഉൻ വാരിസുൻ ആളുണ്ടാകാൻ പാടില്ല. അവരുടെ മീതെ ഒരു ഫറഉൻ വാരിസ് ഉണ്ടാകാൻ പാടില്ല. മയ്യത്തിന് അനന്തരം എടുക്കുന്ന ഫറഉൻ വാരിസ് ഉണ്ടാകാൻ പാടില്ല. അതില്ല. ഇനി 2, അവരുടെ കൂടെ ഈ ബിൻതിബിൻ്റെ കൂടെ എന്ത് വേണം? ഒരു മുഅസ്സിബ് ഉണ്ടാകണം, സഹോദരൻ ഉണ്ടായിരിക്കണം, സ്വത്ത് അനന്തരം എടുക്കുന്ന മുഅസ്സിബ് ഉണ്ടായിരിക്കണം. പിന്നെ 3-മത്തേത് മുഅസ്സിബ് ഉണ്ടാകും. 2 കാര്യം. ആ പെൺകുട്ടികൾ ഇനി 1 ശരി, 1-ലേറെ ആണെങ്കിലും ശരി. അപ്പോൾ ഈ അവസ്ഥയിലാണ് എന്ത് ചെയ്യുക? അവർക്ക് ആണിൻ്റെ പകുതി കിട്ടുക. അതിൻ്റെ ഉദാഹരണം നോക്കി നിങ്ങൾ. ആദിൽ മരിച്ചു, ബിൻത്ത് ഇബിനും ഉണ്ട്, ഇബിനും ഉണ്ട്. എത്ര സ്വത്തോരി? ആദിലിൻ്റെ ബിൻത്ത് ഇബിന് എത്ര? ആണിൻ്റെ പകുതി. അതാണ് പറയേണ്ടത്, ആണിൻ്റെ പകുതി. ആദിൽ മരിച്ചു, ഒരു ബിൻത്ത് ഇബിനും ഉണ്ട്, ഒരു ഇബിനും ഉണ്ട്. കണ്ട, ഇവിടെ സ്വത്തോരി എത്രയാണ്? ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. കണ്ട, ഈ ആണിൻ്റെ പകുതിയാണ്. കാരണം എന്തുകൊണ്ട്? 2 കാര്യം നമ്മൾ പറഞ്ഞത്. 1, ഇവരുടെ മീതെ ഫറഉൻ വാരിസ് ഇല്ല. 2, മുഅസ്സിബ് ഉണ്ട്. ഇവൾക്ക് എന്തുണ്ട്? മുഅസ്സിബ് ഉണ്ട്. അപ്പോൾ ഇത് സ്വത്ത് ഓരി വെക്കുമ്പോൾ 3 ഓരി വെക്കും, 2, 1 അല്ലേ? ഇനി അടുത്ത ഉദാഹരണം എഴുതിയ എന്താണ്? ആമിർ മരിച്ച്, തെറ്റിപ്പോയി. ഇത് തെറ്റുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി അടുത്ത ആമിറിൻ്റെ ഉദാഹരണത്തിൽ എന്താ? ഇതന്നെ നമുക്ക് ഏത് ആമിറിൻ്റെ ഉദാഹരണത്തിൽ എത്ര ഉണ്ട്? ബിൻതിബിൻ. 2 ബിൻതിബിനുണ്ട്, പിന്നെ ഒരു ഇബിനും ഉണ്ട്. എത്ര സ്വത്തോരി? 2 പെൺകുട്ടികളുണ്ടാകുമ്പോൾ എത്ര സ്വത്തോരി? ആണിൻ്റെ പകുതി. കാരണം എന്തുകൊണ്ട്? ഈ മുഅസ്സിബ് വന്നാൽ ഖലാസ്, ഈ മുഅസ്സിബിൻ്റെ പകുതി ആർക്കുണ്ടാവുള്ളൂ? ഇവർക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ 4 ഓരി വെക്കും, എന്നിട്ട് 1 ഓരി 2 ഇവിടെ 1 കണ്ട. അതാണ് മിസ്ലു ഹദ്ദി നിസ്ഫ ഹദ്ദിൽ ദക്കരി, പുരുഷൻ്റെ ഓഹരിയുടെ പകുതി. ആണിന് മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, 2 പെണ്ണിൻ്റെ ഓഹരിയാണ് ആണിന്. പക്ഷെ ഇവിടെ നമ്മൾ ബിൻതുൽ ഇബ്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ആണിൻ്റെ പകുതി. ഇനി അടുത്ത ഉദാഹരണം എന്താ എഴുതിയത്? ഉമർ മരിച്ചു, ബിൻതിബിനും ഉണ്ട്, ഇബിനും ഉണ്ട്. അത് ഇതിന് നേരെ തിരിച്ചാ. അല്ല, ഇതിലിപ്പോൾ ഒരു ബിൻതിബിനാണ്, ഇബിനും ഉണ്ട് അല്ലേ? പിന്നെ ആരാളത്? ഒരു ബിൻതിബിനും ഉണ്ട്. എങ്ങനെ കൊടുക്കുക?
ആ ഇവളുടെ സ്വത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച. അപ്പം ഇവൾക്ക് എത്ര കൊടുക്കുക? ആണിൻ്റെ പകുതിയാണ്. കാരണം എന്തുകൊണ്ട്? മുഅസ്സിബ് ഉണ്ട് എന്നുള്ളത്, മുഅസ്സിബ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അത് 5 ഓരി വെക്കും, ഓരോ ഓരി ഇവിടെ കൊടുക്കും, 2 2 അല്ലേ? മനസ്സിലായ? ഉദാഹരണങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കായിക നിങ്ങൾ തത്ബീഖാക്കണം. അതിനാണ് കുറേ ഉദാഹരണങ്ങൾ എഴുതിയത്. ഇനി സെയ്ദിൻ്റെ വിഷയം എന്താ? ആരൊക്കെ ഉണ്ട്? സെയ്ദിന് ഉമ്മ ഉണ്ട്. പിന്നെ ആരുള്ളത്? ബിന്ത് ഇബിനുണ്ട്. പിന്നെ ഇബിനുണ്ട്. പിന്നെ ആരുള്ളത്? ഉമ്മിയില്ലേ? ഉമ്മ ഉണ്ട്. തൈ എങ്ങനെ സ്വത്തോരി? ഉമ്മാക്ക് എത്ര? ഉമ്മാക്ക് 8-1. സെയ്ദിൻ്റെ ഉമ്മാക്ക് 8-1 ഉമ്മാക്ക് വരുമോ? സെയ്ദിൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ 8-1. ഇവിടെ 6-1. എന്തുകൊണ്ടാണ് 6-1? ഫർഉൻ വാരിസ് ഉണ്ട്. ആർക്ക്? സെയ്ദിന് ഫർഉൻ വാരിസ് ഉണ്ട്. അതുകൊണ്ട് ഉമ്മാക്ക് 6-1 കണ്ടോ. ബാക്കി സ്വത്ത് ആർക്കുള്ളതാ? ഇവർക്കുള്ളതാണ്. എങ്ങനെയാണ് ബാക്കി സ്വത്ത്? ആണിൻ്റെ പകുതി പെണ്ണിന്. അപ്പോൾ 6-1 സ്വത്തോരി വെക്കുമ്പോൾ ഉമ്മാക്ക് 1, ബാക്കി എത്രയുള്ളത്? ബാക്കി 5. അത് ഇവർക്കുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതിനെ 3 ഓരി വെക്കും, 2 വിഹിതം ഈ ഇബിന്, 1 വിഹിതം ഈ ബിന്ത് ഇബിന്. ഖലാസ്. ഇനി അടുത്ത ഉദാഹരണം എന്താണ്? ആമിർ ഉണ്ട്. ആമിർ മരിച്ചപ്പോൾ എന്താ ഉള്ളത്? ആമിറിന് അമ്മുണ്ട്, പിതൃ സഹോദരനുണ്ട്. പിന്നെ ആരാളത്? ബിന്ത് ഇബിൻ. ഒരു ബിന്ത് ഇബിനാ എഴുതിയേ? ബിന്ത ഇബിൻ. 2 ബിന്ത് ഇബിൻ ഉണ്ട്. ബിന്ത ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ്റെ 2 പെൺമക്കൾ. അപ്പം 2 പെൺമക്കളുണ്ട്. ഓക്കെ. പിന്നെ ഒരു ഇബിനും ഉണ്ട്. കണ്ടാ എങ്ങനെ സ്വത്ത് കൊടുക്കുക? ഇവിടെ സ്വത്ത് കൊടുക്കല് ഉണ്ട്, ബിന്തിബിനുണ്ട്, ഇബിനുണ്ട്. എങ്ങനെ സ്വത്ത്? ഇവർക്കാണ് സ്വത്ത്. ഇബിന് എന്ത് ചെയ്യും? ഇതിനെ തടയും. ഇവർക്കാണ് സ്വത്ത്. എങ്ങനെ സ്വത്ത്? ഈ മുഅസ്സിബ് ഉള്ളത് കാരണത്താൽ ആണിൻ്റെ പകുതിയാണ് ഇതിന്. അപ്പോൾ 4 ഓരിയൊക്കെ 2 1 1. ഇത് ഇവിടെ ഇല്ല. ഇതേപോലെ അടുത്തത് എന്താ ഉദാഹരണം? ആമിറുണ്ട്, അഹു ഉണ്ട് അല്ലേ? ഉമർ മരിച്ച്. പിന്നെ ആരുള്ളത്? അഹുണ്ട്. പിന്നെ ആരുണ്ട്? ഇബിനാണ് 2 മകൻ. ഞാൻ ഇവിടെ പിരിച്ച് ചെയ്താൽ 2 മക്കൾ അല്ലേ? മകൻ്റെ 2 ആൺമക്കളുണ്ട്. പിന്നെ ആരാള്? ബിന്ത് ഇബിൻ. കണ്ട എന്താ സ്വത്ത് എങ്ങനെ കൊടുക്കുക? പറഞ്ഞേ. ഇബിൻ ഉള്ളത് കൊണ്ട് അഹ് എന്ത് ചെയ്യും? തടയപ്പെടും നമ്മൾ പറഞ്ഞു. പിന്നെ ബാക്കി സ്വത്ത് ആർക്കുള്ളതാണ്? ഇവർക്കുള്ളതാണ്. ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. അപ്പോൾ എത്ര ഓരി വെക്കണം അവിടെ? 5 ഓരി വെക്കണം. 2 2 1. കണ്ട ഖലാസ്. ഇനി ഇതിപ്പോൾ ഏതിന് ഉദാഹരണം? അപ്പം നമ്മളിപ്പോൾ എഴുതിയൊക്കെ ഉദാഹരണം ഏതാ? ഫർഉൻ വാരിസ് ഇല്ലാതെ നേരിട്ട് മയ്യത്തിന് അനന്തരം എടുക്കുമ്പോൾ, അത് മകൻ്റെ പെൺമക്കൾ അനന്തരം എടുക്കുമ്പോൾ അവർക്ക് ആണിൻ്റെ പകുതി സ്വത്താണ്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇനി അടുത്തത് നമുക്ക് എന്താണ്? നിസ്ഫ് എന്ന് പറഞ്ഞാൽ ആർക്ക് നിസ്ഫ് കിട്ടണതാ? മകൻ്റെ പെൺമക്കൾക്ക് നിസ്ഫ് സ്വത്തോരി കിട്ടണതാണ്. മകൻ്റെ മകൾക്ക് നിസ്ഫ് കിട്ടുന്നത്. മകൻ്റെ പെൺമക്കൾക്ക് പകുതി സ്വത്തോരി കിട്ടണമെങ്കിൽ മയ്യത്തിനും ഈ മകൻ്റെ പെൺമക്കൾക്കും ഇടയിൽ ആരുണ്ടാകാൻ പാടുള്ളതല്ല?
ഫർഉൻ വാരിസ് ഉണ്ടാകാൻ പാടില്ല. ഒന്ന്, അതായത് വല്യാപ്പാൻ്റെ സ്വത്തുനിന്ന് പേരക്കുട്ടിക്ക് സ്വത്ത് കിട്ടണ പറയണത്, മകൻ്റെ മകൾക്ക് സ്വത്ത് കിട്ടണതാണ്. അപ്പം എന്തുണ്ടാകാൻ പാടില്ല? ഈ പേരക്കുട്ടിക്ക് ഈ മകൻ്റെ മകൾക്ക് പകുതി കിട്ടണമെങ്കിൽ എന്തുണ്ടാകാൻ പാടുള്ളതല്ല? ഫർഉൻ വാരിസ് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇടയിൽ മയ്യത്തിന് അനന്തരക്കുന്ന ഫർ ഉണ്ടാകാൻ പാടുള്ളതല്ല. അപ്പം സെയ്ദിൻ്റെ സ്വത്താണ് എടുക്കുന്നത് എങ്കിൽ ബിൻത് ഇബിൻ, അതിനിടയിൽ ആര് വരാൻ പാടുള്ളതല്ല? ബിന്ത് വരാൻ പാടുള്ളതല്ല. ബിന്ത് വന്നാൽ ഇതിനൊരിക്കലും കിട്ടൂല, പകുതി കിട്ടൂല. എങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ? ഈ ബിന്ത് ബിൻ്റെയും മയ്യത്തിൻ്റെയും ഇടയിൽ ആര് പാടില്ല? ഫറ പാടില്ല. സ്വത്താനന്തരം എടുക്കുന്ന ഫറ പാടില്ല. ആണാണെങ്കിൽ കിട്ടുക, ആണാണെങ്കിൽ ഒന്നും കിട്ടൂല. പെണ്ണാണെങ്കിലോ പെണ്ണുണ്ടാകാൻ പാടുള്ളതല്ല. ഇതിന് പകുതി കിട്ടാൻ. അപ്പോൾ ഈ മസലയിൽ ഇപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ഉദാഹരണം എന്താ? സെയ്ദ് മരിച്ച് ആരുണ്ട്? ബിന്തിബിനും ഉണ്ട്, ഉമ്മും ഉണ്ട്. കണ്ട? അപ്പോൾ ഫർഉൻ വാരിസ് ഉണ്ട്, സ്വത്താനന്തരം എടുക്കണം. അപ്പം ഉമ്മാക്ക് 6-1. ഇവിടെ പകുതിയാണ് ആർക്ക്? ബിന്തിബിന്. കാരണം എന്തുകൊണ്ട്? മയ്യത്തിൻ്റെയും ഈ ബിന്തിബിൻ്റെയും ഇടയിൽ എന്തില്ല? ഫർഉൻ വാരിസ് ഇല്ല. 1. ഇവിടെ മുഅസ്സിബില്ല, ഇവൾക്ക് മുഅസ്സിബില്ല. മുഅസ്സിബില്ല എന്നാണ് ഇവൾക്ക് സഹോദരനില്ല. സഹോദരനായിരുന്നുവെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവൾ അസബക്കാരിയാവും. ആണിൻ്റെ പകുതി അവിടെ കിട്ടുക, നേരെ പകുതിയല്ല. പിന്നെ ഇവൾക്ക് ആരില്ല? സഹോദരിയില്ല, മുഷാരിക്കത്തുമില്ല. അപ്പം മുഅസ്സിബില്ല, മുഷാരിക്കത്തില്ല, പിന്നെ ആരുമില്ല. ഇവളുടെയും മയ്യത്തിൻ്റെയും ഇടയിൽ ഫർഉൻ വാരിസും ഇല്ല. ഈ അവസ്ഥയിലാണ് ആർക്ക് എന്ത് കിട്ടുക? ബിന്തിബിന് പകുതി സ്വത്ത് കിട്ടുക. ബിന്തിബിന് പകുതി സ്വത്ത് കിട്ടുക. ഉദാഹരണം മനസ്സിലായ? അടുത്ത ഉദാഹരണം എന്താ എഴുതിക്കണേ എന്ന് പറഞ്ഞാണ്. ആമിർ മരിച്ച്. ആരാ ഉള്ളത്? ആമിറിന് എന്തുണ്ട്? ഒരു ബിന്തിബിനുണ്ട്, പിന്നെ ആരുമുണ്ട്? അമ്മുണ്ട്. കണ്ട? ഇവിടെ നമ്മൾ നിബന്ധനകൾ നോക്കി. ബിന്തിബിൻ്റെയും വല്യപ്പ ആമിറിൻ്റെയും ഇടയിൽ ഫറ ഉണ്ടോ? ഓർക്കണ്ട? ഉണർന്നിരുന്നാൽ തന്നെ പിന്നെ മനാമിലൊക്കെ നമ്മൾക്ക് അതിൽ വിശ്വാസമല്ല. ബിന്തിബിൻ, ഞങ്ങൾക്കൊരു അബ്ദുറഹ്മാൻ ഷിബിൽ നട്ടൊരു അധ്യാപകൻ തന്നെ, അള്ളാഹു റഹ്മ മരിച്ചുപോയി. അള്ളാഹു മാഷാ അല്ലാഹ് നിസ്കാരത്തിൽ സുജൂദ് കിടന്നാൽ മരിച്ച് നല്ലൊരു സലഫി പണ്ഡിതനെ. അദ്ദേഹം പിന്നെ ഞങ്ങൾക്ക് അഖീദയിൽ നിന്ന് എടുത്തിരുന്നത്. അപ്പോൾ ഈ ഖബർ ബർസഖി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം അഖീദത്ത് ഹാവിയൻ്റെ ഷറഹിൽ നിന്ന് വിശദീകരിക്കുമ്പോൾ സമുറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് വിശദീകരിച്ചത്. തഅബീർ റുഅ്യ, റസൂലുള്ളാഹിന്റെ ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ ആ സ്വപ്ന വ്യാഖ്യാനം മൂപ്പർ ഇങ്ങനെ ക്ലാസ്സിൽ പറയുമ്പോൾ ചില കുട്ടികൾ ഉറങ്ങും. 10-7 കുട്ടികളല്ലേ, പല കാര്യം ഇപ്പോൾ ഉറങ്ങും. അപ്പോൾ ഷെയ്ഖ് വിളിച്ചിട്ട് പറയും, നോക്കിയാൽ സ്വപ്ന വ്യാഖ്യാനമാണ്, റസൂലുള്ളാഹിന്റെ സ്വപ്നമാണ് വ്യാഖ്യാനിക്കുന്നത്. അവർ ഉറങ്ങണോലൊക്കെ സ്വപ്നം കാണുക എന്നുള്ളത് ഉണ്ടാവില്ല, അതുകൊണ്ട് ഉറങ്ങിയിട്ട് കാര്യമല്ല എന്ന് പറയും മൂപ്പര് റഹ്മത്തുള്ളാഹി അലൈഹി. മരിച്ചു, നല്ലൊരു മനുഷ്യനായി. ആമിർ മരിച്ച് ബിന്തിബിനും ഉണ്ട്, അമ്മും ഉണ്ട്. ഇവിടെ നോക്കിയേ, ആരെ സ്വത്തിനെ കുറിച്ച് നമ്മൾ പറയണത്? ആർക്ക് സ്വത്ത് കൊടുക്കണെ കുറിച്ചാണ് പറയുന്നത്? ബിന്തിബിന് സ്വത്ത് കൊടുക്കണതിനെ കുറിച്ച്. എത്ര കൊടുക്കണതിനെ കുറിച്ച്? നിസ്ഫ്, പകുതി കൊടുക്കണതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിന്തിബിനിൻ്റെയും മയ്യത്തിൻ്റെയും ഇടയിൽ ആരുണ്ടാകാൻ പാടുള്ളതല്ല? ഫറ ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇവിടെ ഫറ ഇല്ല. 2, ബിന്തിബിന് ആരുണ്ടാകാൻ പാടുള്ളതല്ല? മുഅസ്സിബ് ഉണ്ടാകാൻ പാടുള്ളതല്ല. അതാരാണ്? ഇവളുടെ സഹോദരൻ. ഇവിടെ ഇബിന് ഇല്ല. പിന്നെ ആരും ഉണ്ടാകാൻ പാടുള്ളതല്ല? മുഷാരിക്കത്ത് ഉണ്ടാകാൻ പാടുള്ളതല്ല. അതാരാണ്? ഇവളുടെ സഹോദരി. ബിന്തിബിന് ഇവിടെ വേറെ ഒന്നില്ല. അതുകൊണ്ട് ഇവൾക്ക് എത്രയാണ് സ്വത്തോരി? ഇവൾക്ക് നിസ്ഫ്, പകുതിയാണ് സ്വത്തോരി. ബാക്കി സ്വത്ത് ഈ മസലയിൽ അമ്മിനാണ്. ഈ മസലയിൽ ബാക്കി സ്വത്ത് അമ്മിനാണ്. അപ്പോൾ 2-ൽ സ്വത്ത് ഓരിയാക്കാൻ പറ്റും. ഇവിടെ ഓരോരി ബിന്തിബിനാണ്, ബാക്കി സ്വത്ത് ആർക്കുള്ളതാണ്? അത് അമ്മിനുള്ളതാണ്. മയ്യത്തിൻ്റെ അമ്മാണ്, ഇവളുടെ അമ്മല്ല, മയ്യത്തിൻ്റെ അമ്മ. ഇത്രയും. ഇനി അടുത്ത ഉദാഹരണം ഇതിലേതാ? ഉമർ മരിച്ചല്ലേ? ഉമറിൻ്റെ ആരാണുള്ളത്?
ബിന്തിബിനും ഉണ്ട് അഹും ഉണ്ട് അല്ലേ? ബിന്തിബിനും ഉണ്ട് അഹും ഉണ്ട്. തൈ ഇതേപോലെ തന്നെ ഇവിടെ മയ്യത്തിനും ബിന്തിബിനും ഇടയിൽ എന്തില്ല? ഫറ ഇല്ല. രണ്ട് ബിന്തുബിന് ഇവിടെ മുഅസ്സിബില്ല, സഹോദരനില്ല. മുഷാരിക്കത്തില്ല, അതായത് വേറെ ബിന്തുബിന് ഇവിടെ ഇല്ല, അവൾ തനിച്ചാണ്. അതുകൊണ്ട് ഇവൾക്ക് പകുതി, ബാക്കി സത്തി അഖിന് 2 1 1. കണ്ട ഇങ്ങനെ. ഇനി അടുത്ത ഉദാഹരണം സെയ്ദ്. പിന്നെ ആരാ ഉള്ളത്? ആ ഉദാഹരണം ശ്രദ്ധിച്ചോളിയേ. സെയ്ദ് മരിച്ച്, ഇത് ഞാൻ ചിലരോട് ചോദിക്കും, ഓല് പറയണം. സെയ്ദ് മരിച്ച് ആരൊക്കെയാ ഉള്ളത്? സെയ്ദിൻ്റെ ഉമ്മ ഉണ്ട്, പിന്നെ ആരുണ്ട്? ബിന്തുബിനുണ്ട്. അതാണ് നമ്മുടെ കഥാപാത്രം. ഇവിടെ നമ്മൾ മുപ്പത്തിയെ കുറിച്ച് പറയണത്. പിന്നെ ആരുണ്ട്? ബിന്തു ഉണ്ട്. ഇവിടെ എത്രയാണ് ഈ മസാലയിൽ ബിന്തുബിൻ്റെ സ്വത്ത്? 6 എങ്ങനെ? ബിന്തുള്ളത് കൊണ്ട് 6 ആ ഉദാഹരണം ശരിയാണ് അല്ലേ? ഉദാഹരണം ശരിയാണ്. കാരണം ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ നിയമം തെറ്റിച്ച്. എന്താ തെറ്റിയത്? എന്താ തെറ്റി? ഇവിടെ പറഞ്ഞ ഇതുവരെ ഈ ഉദാഹരണം ഇതിൽ പറഞ്ഞത് ഇവിടെ തെറ്റി. ഇതിലൊക്കെ പറഞ്ഞ ഉദാഹരണം തെറ്റി. എന്താ? മയ്യത്തിൻ്റെയും ഈ ബിന്തുബിൻ്റെയും ഇടയിൽ ഒരു ഫറോൻ വാരിസ് വന്ന്. അതാരാണ്? ഈ മകളാണ്. അപ്പോൾ ഇവിടെ മകൾക്ക് പകുതിയാണ്. പിന്നെ തെക്കുമിലത്തൻ ലിസുലുസൈൻ 3/2 തേക്കാൻ 6 ആർക്ക്? ഈ ബിന്തുബിന്. കണ്ടോ? ഉമ്മാക്ക് 6 ഫറയിലാണ് പറഞ്ഞത്. ഉമ്മ അസലാണ്. അപ്പോൾ 6 അപ്പോൾ ഇവിടെ 3 ഇതിന് 1 1. കണ്ട ഇങ്ങനെയാണ് സ്വത്ത് വരും. കണ്ട 6 കൊടുക്കുന്നത്. ഈ 3 ഈ പെണ്ണിൻ്റെ 6 ഉണ്ടല്ലോ, ഇതും കൂടിയാൽ എന്തായി? 3/2. അതാണ് തക്മിലത്തുൽ ലിസുലുസൈൻ. 3/2 തേഞ്ഞില്ലേ? പിന്നെ ഓരോ ഒരെയാണ് ഉമ്മാക്കുള്ളത് 6 കാരണം ഫറോൻ വാരിസ് ഇവിടെ ഉള്ളതുകൊണ്ട്, മയ്യത്തിന് അനുസരിക്കുന്ന ഫറ ഉള്ളതുകൊണ്ട് ഉമ്മാക്ക് 3/1 6 കണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് സ്വത്ത് വരിക. തയ്യ്. ഇനി അടുത്ത ഉദാഹരണം നോക്കിയേ. അതുപോലെ നിങ്ങൾ പറയേണ്ടതാണ്. ആമിറിൻ്റെ ആരൊക്കെയാണ് അനന്തരം എടുക്കാനുള്ളത്? അമ്മുണ്ട്, പിന്നെ ആരുള്ളത്? ബിന്തുബിൻ, ഇബിനും ഉണ്ട്. എങ്ങനെ സ്വത്തോര്? ആർക്കൊന്നും കിട്ടൂല? ബിന്തുബിന് ഒന്നും കിട്ടൂല. അമ്മിന് കിട്ടുമോ? അമ്മിന് കിട്ടൂല, കാരണം ഇബിനുണ്ട്. അപ്പോൾ സ്വത്ത് മുഴുവൻ ആർക്കുള്ളതാ? സ്വത്ത് മുഴുവൻ മൂപ്പർക്കുള്ളതാണ്, ഇബിനുള്ളത്. ഇബിൻ ഈ മസാലയിൽ സ്വത്ത് മുഴുവൻ, ആമിറിൻ്റെ മുഴുവൻ സ്വത്തും ഇബിൻ മകനും കൊണ്ടുപോകും. തയ്യ്. ഇനി അടുത്ത ഉദാഹരണം എന്താ? ഉമർ. അഹു ഉണ്ട്, ഇബിനുബിനും ഉണ്ട്, ഇബിനുബിനും ഉണ്ട്. എന്താ ചെയ്യുക? സ്വത്ത് മുഴുവൻ 2 ഇബിനുബിനുണ്ടല്ലോ, അവർ സ്വത്ത് മുഴുവൻ എടുക്കും. അഹ് തടയപ്പെടും. അവിടെ പിന്നെ ബിന്തുബിന് ആ ഉദാഹരണത്തിലില്ല. ആ അവസാനം പറഞ്ഞ 3 ഉദാഹരണങ്ങൾ ഈ നിയമത്തെ തെറ്റിച്ചുകൊണ്ടുള്ളതാണ്, അത് മനസ്സിലാക്കാൻ. തയ്യ്. ഇനി അടുത്ത ഉദാഹരണം സുദുസിൻ്റേതാണ്. ഇതിപ്പോൾ നമ്മൾ ഏതാ പറഞ്ഞ്? ബിന്തുബിന് എത്ര കിട്ടണാണ്? നിസ്ഫ് കിട്ടണാണ്. ഇനി ബിന്തുബിന് സുദുസ് കിട്ടുന്നതിൻ്റെ ഉദാഹരണമാണ് അത്. സുദുസ് എന്ന് പറഞ്ഞാൽ 6. ബിന്തുബിന് എപ്പോഴാണ് സുദുസ് കിട്ടുക? നമ്മളിവിടെ നമ്മളുടെ സംസാര മധ്യേ വന്നുപോയി. എപ്പോഴാണ്? ഒരു മസ്അലയിൽ സുദുസ് 6 ഒരു മസാലയിൽ ബിന്തുബിന് മീതെ ഫറോൻ വാരിസ് ഉണ്ടാകരുത് ആലയായിട്ട്. അതേപോലെ തന്നെ ബിന്തുബിനോടൊപ്പം മുഅസ്സിബ് ഉണ്ടാകരുത്. ബിന്തുബിനോടൊപ്പം ആരുണ്ടായത്? മുഅസ്സിബ് ഉണ്ടാകരുത്, ഇബ്നുബിൻ ഉണ്ടാകരുത് എന്നർത്ഥം. പിന്നെ മയ്യത്തിൻ്റെ ബിന്ത് നിസ്ഫ് അനന്തരം എടുക്കും വേണം. മയ്യത്തിൻ്റെ മകൾ എന്ത് ചെയ്യണം? നിസ്ഫ് അനന്തരം എടുക്കണം. എഴുതുക. അപ്പോൾ ശരിയാവും. ഇപ്പോൾ
ഖദീജ മരിച്ച് ഒരു പെണ്ണിനുണ്ട് ഇത് ആണുങ്ങൾക്കാണെന്ന് വിചാരിക്കണ്ട. ഖദീജയെ അനന്തരെടുക്കാൻ ആരുണ്ട്? ഒരു മകളുണ്ട്, പിന്നെ ഒരു മകൻ്റെ മകളുമുണ്ട്. മകനുമുണ്ട് ഉണ്ട്, മകൻ്റെ മകളുമുണ്ട്. ഇവിടെ നോക്കിയേ, നമ്മൾ ആർക്ക് സ്വത്ത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയണത്? ആർക്ക് സ്വത്ത് കൊടുക്കുന്നതിനെ കൊടുക്കുക? ഇവിടെ ശ്രദ്ധിക്ക്, മകൻ്റെ മകൾക്ക് എത്ര കൊടുക്കുന്നതിനെ കുറിച്ചാണ്? സുദുസ്, 1/6 കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ പഠിക്കുകയാണ്, മകൻ്റെ മകൾക്ക് 1/6 സ്വത്തോരി കൊടുക്കണമെങ്കിൽ മയ്യത്തിൻ്റെയും മകൻ്റെ മകളുടെയും ഇടയിൽ ഫറോൻ വാരിസ് ഉണ്ടാവരുതെന്നാണ്. ഏത് ദക്കറുണ്ടായാൽ സ്വത്തോരിയില്ല. പക്ഷെ ഫറോൻ വാരിസ് പറ്റുണ്ടാകാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ ഫറോൻ വാരിസ് ഒരു പെണ്ണായിരിക്കണം. ആ പെണ്ണ് എത്ര എടുക്കും വേണം? പകുതി എടുക്കും വേണം, നിസ്ബ് എടുക്കും വേണം. അപ്പോൾ മയ്യത്തിന് മകളുണ്ടാകുക, ഒരു മകളുണ്ടാകുക, ആ മകള് സ്വത്ത് പകുതി അനന്തരം എടുക്കുക. അങ്ങനെയുള്ള മസലയിൽ മകൾ പകുതി സ്വത്ത് ഓരിയെടുത്തിട്ടുണ്ട് എങ്കിൽ മകൻ്റെ മകൾക്ക് എത്രയാണ്? 1/6 സ്വത്തോരി. പക്ഷേ ഇവൾക്ക് 1/6 സ്വത്തോരി കിട്ടണമെങ്കിൽ ഈ മസലയിൽ ആരുണ്ടാകാൻ പാടുള്ളതല്ല? അവൾക്ക് മുഅസ്സിബ് ഉണ്ടാകാൻ പാടുള്ളതല്ല, ഇവൾക്ക് മുഅസ്സിബ് ഉണ്ടാകാൻ പാടുള്ളത്. ഇവൾക്ക് മുഅസ്സിബ് ഉണ്ടായാൽ എന്തായി? 1/6 കിട്ടുമോ? ഇല്ല. പിന്നെന്താ? ഈ ആണിൻ്റെ മുഅസ്സിബിൻ്റെ പകുതിയാണ് അവൾക്ക്. മുഅസ്സിബിൻ്റെ പകുതിയാണ്. സ്വത്ത് കിട്ടും, പക്ഷേ 1/6 കിട്ടൂല മുഅസ്സിബ് ഉണ്ടായാൽ. അപ്പോൾ മയ്യത്തിൻ്റെ മകൾ മയ്യത്തിൽ നിന്ന് സ്വത്ത് പകുതി അനന്തരം എടുത്താൽ ആ മസലയിൽ മകൻ്റെ മകളുണ്ട്, അവൾക്ക് മുഅസ്സിബ് ഇല്ല എങ്കിൽ 1/6 മകൻ്റെ മകൾക്ക് സ്വത്ത് വരും. ഖലാസ്. മുഷാരിക്കത്തില്ല. മുഷാരിക്കത്തുണ്ടെങ്കിൽ സ്വത്തോരി കിട്ടും. അത് 1/6 അവർ പങ്കാളികളായിരിക്കും. 1/6 അവൾ പങ്കാളികളായിരിക്കും. കണ്ട, ഇവരുടെ ഈ ഗണമുണ്ടല്ലോ, അവരുടെ സ്വത്തോരി ഒരിക്കലും എന്താവണില്ല, 3/2 കൂടുതൽ പാടില്ല. 3/2 കൂടുതൽ പാടില്ലതല്ല. ഇവർക്ക് 3/2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി? സ്വത്തോരി 3/2 പോയി, അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മകൾക്ക് പകുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മകൻ്റെ മകൾ ഉണ്ട്, അവൾക്ക് 1/6. ഇനി വേറൊരു 10 ബിന്തുബിനുണ്ട് എന്ന് വെക്കാം, അവരൊക്കെ എന്തായിരിക്കും? ഈ 1/6 പങ്കാളികളായിരിക്കും. പക്ഷേ ഇവിടെ ഒരാണ് വന്നാലോ, ഇബിന് വന്നാലോ 1/6 കിട്ടൂല. പിന്നെന്താ കിട്ടുക? ഇവളുടെ ബാക്കി സ്വത്താണ് കിട്ടുക. അത് ആണിൻ്റെ പകുതിയായിരിക്കും ബിന്ത് ഇബിന്. തിരിയാത്തവരുണ്ടാ? മനസ്സിലാത്തവരുണ്ടാ? കുറച്ചൊരു ദഹിക്കായ്മ ഉണ്ട് തോന്നുന്നു ചിലർക്ക്. ഇനി ആമിറിൻ്റെ ഉദാഹരണമാണ്. അതിലെന്താ എഴുതിക്കണത്? ബിന്തുണ്ട്, ബിൻതായിബിൻ. എന്താ ബിൻതായിബിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പേജിൽ സ്ഥലം ലാഭിക്കാനാണ് ബിൻതായിബിൻ എന്നൊക്കെ എഴുതുന്നത്. മകൻ്റെ 2 പെൺമക്കൾ, അത് പിരിച്ച് എഴുതി എങ്ങനെ എഴുതാം? ഉണ്ടാ ബിൻതായിബിൻ. അപ്പോൾ ഇതിലെത്ര സ്വത്തോരി കൊടുക്കുക? കണ്ടാ, മയ്യത്തിന് അനന്തരം എടുക്കാൻ ആരുണ്ട്? ഒരു മകളുണ്ട്, അവൾ പകുതി സ്വത്ത് കൊടുക്കും. പിന്നെ ഇവിടെ മുഅസ്സിബ് ഉണ്ടോ? ബിന്തുബിന് മുഅസ്സിബില്ല. പക്ഷെ അവർക്ക് മുഷാരിക്കത്തുണ്ട്, അത് മാഫി മുഷ്കിൽ. മുഅസ്സിബില്ല. അപ്പോൾ അവൾക്ക് ഇവർക്ക് എത്ര കിട്ടും? 1/6 കിട്ടും. അതാണ്. ഇനി അടുത്ത ഉദാഹരണം ഏതാണ്? ഉമറുണ്ട്, ബിന്തുണ്ട്, ബനാത്ത് ഇബിനുണ്ട്. രണ്ടാളും അവർ അതിൽ പങ്കാളികളായിരിക്കും തുല്യമായിട്ട്. ഇവിടെ ഒരു ബിന്തുബിന് കൂടി ഉണ്ട്. അതാണ് ആ ഉദാഹരണം. ആരുടെ ഉദാഹരണം? ഉമറിൻ്റെ ഉദാഹരണം. ഉമർ മരിച്ച് ഉമറിന് ആരാ സ്വത്തെടുക്കാനുള്ളത്? ഉമറിന് ഇവരാണ് സ്വത്തെടുക്കാനുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? 1/6 പേർക്ക്, മകൾക്ക് പകുതി. ഇങ്ങനെ തയ്യും. ഇനി അടുത്ത ഉദാഹരണം എന്താ? സെയ്ദ് മരിച്ച്. സെയ്ദിന് ആരൊക്കെ ഉണ്ട്? അത് വേറെ എഴുതേണ്ടതാണ്. സെയ്ദ് മരിച്ച് ആരാ സ്വത്ത് അനന്തരം എടുക്കാനുള്ളത്? ബിന്ത്. പിന്നെയോ ഇനി ബിന്ദുണ്ട്. ഇനി ഒരു 2 ബിന്താ? ഒരു ബിന്തുബിനുണ്ട്. ഓക്കെ, മകൻ്റെ മകളുണ്ട്. ഇതിൽ എത്ര ബിന്തുബിന് കിട്ടുക? തടയപ്പെടുമോ? എങ്ങനെ? ഒരു പകുതി എടുക്കണ ഒരു പെണ്ണല്ലേ ഉള്ളത്, പിന്നെ
ആ 3/2 എടുക്കുന്ന 2 പെൺമക്കളുണ്ട്. കണ്ട, 3/2 സ്വത്ത് എടുക്കുന്ന 2 പെൺമക്കളുണ്ട്. 3/2 ഓലനെ കൊണ്ടുപോയി. പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അവള് തടയപ്പെടും. തൈ. ഇനി അടുത്തത് ഖദീജയുടേത് അതുതന്നെയാണല്ലേ, ഉദാഹരണം ഒരേപോലെ ഒന്ന് ഖലി. അതാ അമ്രയെ സംബന്ധിച്ചിടത്തോളം 4 ബനാത്തുണ്ട്, ബിന്ത് ബിനുണ്ട്. ഇതേപോലെ തന്നെ എന്താ, അവർ 3/2 കൊണ്ടുപോകും. ഈ 4 പെൺമക്കൾ ഇവളെന്ത് ചെയ്യും, സ്വത്തിൽ നിന്ന് തടയപ്പെടും. പക്ഷെ നമ്മളിവിടെ ഒരു ഉദാഹരണം പറഞ്ഞ് ഇവൾക്ക് സ്വത്ത് കിട്ടണേ, അതെങ്ങനെ? ഇവളുടെ ഒരു സഹോദരന് മുഅസ്സിബ് ഉണ്ടെങ്കിൽ സ്വത്ത് കിട്ടും. മുഅസ്സിബ് അവളെ സംബന്ധിച്ചിടത്തോളം അഹു മുബാറക് അല്ലെങ്കിൽ ഇബ്നു മുബാറക്. തയ്യിബ്. ഇനി സുലുസാനിൻ്റെ ഉദാഹരണമാണ്. അതിപ്പോൾ 6-1. ചിലപ്പോൾ ഈ അഹുണ്ടല്ലോ, അഹ് മഷ്ഊമാകും. മഷ്ഊം പറഞ്ഞാൽ ശാപമാകും. കാരണം അഹ് ഇല്ലായിരുന്നെങ്കിൽ സ്വത്ത് കിട്ടും, അഹ് ഉള്ളതുകൊണ്ട് സ്വത്ത് തടയപ്പെടും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫറായിലിൽ കാണാം പിന്നെ അൽ അഹുൽ മുബാറക്, അൽ അഹുൽ മഷ്ഊം, അൽ ജദ്ദു സാലിഹ്, അൽ ജദ്ദുൽ ഫാസിദ്, ഇങ്ങനെയൊക്കെ ഫറായിദിൻ്റെ ഒരു ഭാഷയാണ്. നമുക്ക് ഈ അഹിൻ്റെ ഒക്കെ ഉദാഹരണം വരുമ്പോൾ അതിൽ അങ്ങനത്തെ കുറേ ഉദാഹരണങ്ങൾ ഇതിൽ കാണാൻ പറ്റും. ഇനി 3/2 സ്വത്തോരി കിട്ടണത്. 3/2 സ്വത്തോരി കിട്ടണമെങ്കിൽ അതിൻ്റെ തത്വം എന്താണ്? ഉദാഹരണം നമ്മളിവിടെ എഴുതിയാൽ നമ്മൾ ആദ്യത്തെ ഉദാഹരണം കുറേ എഴുതണ്ടല്ലോ. ആത്തിക്കയാണ് ഇവിടെ മരിച്ചത്. ആത്തിക്കൻ്റെ സ്വത്താണ് നമ്മൾ ഓരി വെക്കണത്. 3/2 കൊടുക്കണതാണ്. 3/2 സ്വത്തോരി കൊടുക്കണമാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. ഈ ഉദാഹരണത്തിന് നിങ്ങളൊന്ന് പറഞ്ഞാണ് ഈ തത്വം, നിയമം എന്ന് പറഞ്ഞാണ് 3/2 സ്വത്തോരി കൊടുക്കണതാണ്. ആർക്ക് സ്വത്തോരി കൊടുക്കണം നമ്മൾ പറയണത്? മകൻ്റെ പെൺമക്കൾ അവൾക്ക് 3/2 സ്വത്തോരി കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഉദാഹരണം, ആത്തിക്ക മരിച്ച് 2 പേരക്കുട്ടികളുണ്ട്. ഇപ്രകാരം മകൻ്റെ പെൺമക്കളായിട്ട് 2 പേരുണ്ട്. ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിൻതിബിനിൻ്റെയും മയ്യത്തിൻ്റെയും ഇടയിൽ ഫറഉൻ വാരിസ് ഉണ്ടാകരുത്. അതായത് ബിൻതിബിൻ്റെക്കാൾ മേലെ ഒരു ഫറഉൻ വാരിസ് ഉണ്ടാകരുത്. 1. 2, ഈ ബിൻതിബിനോടൊപ്പം മുഅസ്സിബ് ഉണ്ടാകരുത്. മൂന്നാമത്തേത് മുഷാരിക്കത്ത് ഉണ്ടാകണം. ബിൻതിബിനോടൊപ്പം ഒരു മുഷാരിക്കത്ത് ഉണ്ടായിരിക്കണം. മുഷാരിക്കത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ സഹോദരി, ഒന്നുകിൽ നേരിട്ട് സഹോദരി, അല്ലെങ്കിൽ അവളുടെ എളാപ്പ മൂത്താപ്പ മക്കൾ, സഹോദരിമാർ, മനസ്സിലായോ? ഉണ്ടായിരിക്കണം. എളാപ്പ മൂത്താപ്പ മക്കൾ, ഒന്നുകിൽ ഇവളെ വാപ്പൻ്റെ ഇതിലുള്ള തന്നെ നേരിട്ട് സഹോദരി, അല്ലെങ്കിൽ വാപ്പാൻ്റെ എളാപ്പ മൂത്താപ്പ അങ്ങനത്തെ സഹോദരികൾ, അവരുടെ മക്കൾ. അപ്പോൾ ഈ മസലയിൽ നോക്കിയാൽ ആത്തിക്കൻ അനന്തരം എടുക്കുമ്പോൾ ഈ പെൺമക്കൾ എത്രയാണ് അനന്തരം എടുക്കുക? അവർ 3/2 അനന്തരം എടുക്കുക. റഹ്മക്കല്ലാ. ഇനി ഫാത്തിമൻ്റെ വിഷയം നോക്കിയേ. ഫാത്തിമ മരിച്ച് എത്ര ആളുണ്ട്? 3 മകൻ്റെ പെൺമക്കളുണ്ട്. ഇതാ എങ്ങനെ തടയുക? ആര് തടയും? എങ്ങനെ? ആരും തടയാനില്ല. കാരണം എന്താ? ഇവർക്ക് മയ്യത്തിനിടയിലും ഫാത്തിമ മരിച്ച് ഫാത്തിമൻ്റെയും ഈ പെൺമക്കളുടെ ഇടയിൽ എന്തില്ല? ഫറഇല്ല. ഇവരുടെ മീതെ ഒരു ഫറഉൻ വാരിസിൻ ആളല്ല. 2 ഇവർക്ക് മുഅസ്സിബില്ല. 3 ഇവർ ഒന്നിൽ കൂടുതലുണ്ട്, മുഷാരിക്കത്തുണ്ട്. ഉമറിൻ്റെതാ ബിന്തുണ്ട്. ഉമറിൻ്റെ മസലയിൽ ബിന്തുണ്ട്. എത്ര കൊടുക്കുക? എങ്ങനെ കൊടുക്കുക? ഈ ഉമറിൻ്റെ മസലയിൽ 3/2 കൊടുക്കുക. 3/2 കൊടുക്കാതിരിക്കാൻ കാരണം എന്താ? അത് പറഞ്ഞാണ്. ഇവിടെ 3/2 ഇവർ 2 പേർക്ക് കൊടുക്കാതിരിക്കാൻ കാരണം
ഈ ബിൻതിബിനിൻ്റെ മീതെ മയ്യത്തിന് അനന്തരം എടുക്കുന്ന ഫറ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2 കിട്ടൂല. അപ്പോൾ ഇതിലെങ്ങനെ കൊടുക്കുക? എങ്ങനെ സ്വത്ത് കൊടുക്കുക? 6 കൊടുക്കും. എന്തിനാ 6 കൊടുക്കണേ? മകൾക്ക് പകുതി, ഇവർക്ക് 6 എന്തിനാ കൊടുക്കണത്? 6 എന്തിനാ കൊടുക്കണേ? ബാങ്കിലിടാൻ സ്ഥലമല്ലായിട്ടാ? സഹോദരനില്ല. എന്തുകൊണ്ടാണ് ഇവിടെ 6 കൊടുത്തത്? ബിന്തിന് പകുതിയാണ്. ഇല്ല, തക്മിലത്തല്ലി സുലുസൈൻ 2 തികക്കാൻ, 2 തികക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 2 തികക്കാനാണ് ഇവിടെ 6 കൊടുക്കുന്നത്. തൈ അടുത്തത് മകൻ്റെ പോകില്ല. ഇത് കുറേ നേരം ഇനി ഇതന്നെ തീർക്കാം. ഇനി അടുത്ത ഉദാഹരണം വേഗം കേൾക്കുക. ഇനി എന്താണുള്ളത്? സൈനബ്. സൈനബിന് ആരുണ്ട്? സൈനബിന് അബുണ്ട്. നിങ്ങൾ പറയണത് അബുണ്ട്, പിന്നെ ബിൻസിബിനും ഉണ്ട്. തൈ ഇവിടെ അബിന് എത്ര സ്വത്തോരി? അബിന് പറയും 6 ബിന്താനിക്കോ 3 ഇവിടെ ബിന്ത് ബിൻ എത്രയാണ് സ്വത്തോരി? 3 എന്തുകൊണ്ട്? ഫർഉൻ വാരിസ് ഇല്ല. എവിടെ? ബിന്ത് ബിനിൻ്റെയും മയ്യത്തിൻ്റെ ഇടയിൽ എന്തില്ല? ഫർഉൻ വാരിസ് ഇല്ല. അപ്പോൾ ഈ അബോ അത് ഇവരുടെ ഇടയിലല്ല, അത് അതിൻ്റെ മുകളിലാണ്. ഇവളുടെ വാപ്പയാണ്. ഇതാ ഇവളുടെ പേരക്കുട്ടികളാണ്. അപ്പോൾ ഈ പിന്നെ ബിന്ത് ബിനിൻ്റെയും മയ്യത്തിൻ്റെയും ഇടയിൽ ഇവിടെ എന്തില്ല? ഫർഉൻ വാരിസ്, സ്വത്തനന്തരം എടുക്കുന്ന ഫറ ഇല്ല. പിന്നെ ഇവർക്ക് മുഷാരിക് അല്ല ഇതില്ല, മുഅസ്സിബില്ല, മുഷാരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 3 ബാക്കി വാപ്പാക്ക് ഇവിടെ എത്രയാണ് സ്വത്ത്? 6 വാപ്പാക്ക് ബാക്കിയാണ്. 6 കൊണ്ട് ബാക്കിയുണ്ട്. കാരണം ഇവിടെ പെൺകുട്ടികളല്ലേ, അതുകൊണ്ട് 6 ബാക്കിയാണ്. അപ്പോൾ 6 സ്വത്ത് ഒരു വെച്ചാൽ 6 3 6 3 6 ആകുമ്പോൾ തദാഖുൽ 6 സ്വത്ത് ഒരേക്കാം. 6ൻ്റെ 3 എത്ര? 4. 6 എത്ര? 6 ബാക്കിയാണ്. 6 എത്രയാണ്? 1 ബാക്കി 1. 6 ബാക്കി. നാപ്പാക്കി. തൈ ഇനി ആബിദ. അമ്മുണ്ട്, ബിന്ത് ഇബിനും ഉണ്ട്. എങ്ങനെ കൊടുക്കുക? 2 ബിന്ത് ഇബിനുണ്ട്. ഇവിടെ എഴുതാം. ആബിദിൻ്റെ ഉദാഹരണം ഇവിടെ എഴുതാം. ഇവിടെ അമ്മുണ്ട്. കണ്ട പറഞ്ഞാണി 3 ബിന്ത് ഇവർക്ക്, ബാക്കി അമ്മിനും. കണ്ട. അപ്പോൾ ഇവിടെ 3 കൊണ്ട് സ്വത്ത് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് 1 പണി അല്ലേ? അങ്ങനെ കൊടുത്തൂടെ? മനസ്സിലാണ്ട? ഇത് സൈനബിന് തിരിഞ്ഞില്ല? ആർക്കും തിരിയാത്തണ്ട? തിരിഞ്ഞിട്ടില്ല. ഇനി അമ്രിൻ്റെത്, അമ്രിന് അഹുണ്ട്, ബിന്തുബിനും ഉണ്ട്. അതേപോലെ തന്നെ അമ്മിൻ്റെ അതേ ഉദാഹരണം തന്നെ ഉണ്ടാ. ബിന്തുബിന് 3 അഹിന് എത്രയാണ് ബാക്കി? അമ്മു എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാപ്പാൻ്റെ സഹോദരങ്ങൾ, വാപ്പാൻ്റെ സഹോദരൻ. അല്ലല്ല, അഹ് ഇവളുടെ സഹോദരനാണ്. ആബിദൻ്റെ സഹോദരനാണ് ആര്? അഹ്. ആബിദൻ്റെ വാപ്പാൻ്റെ സഹോദരനാണ് ആര്? അമ്മ. മനസ്സിലായോ? തയ്യബ് ഇപ്പോൾ മനസ്സിലായ? അപ്പം നമ്മളിന്ന് പഠിച്ചത് ഒരു കാര്യം മാത്രമാണ്, ഒരാളുടെ സ്വത്തുവരി മാത്രമാണ്. അതാരുടെ സ്വത്തുവരിയ? മകൻ്റെ പെൺമക്കൾക്ക് സ്വത്ത് കിട്ടണതാണ്. മകൻ്റെ പെൺമക്കൾക്ക് സ്വത്ത് കിട്ടണമെങ്കിൽ നമ്മൾ നോക്കും, മയ്യത്തിൻ്റെയും ഈ മകൻ്റെ പെൺമക്കളുടെയും ഇടയിൽ
ഫറ ഉണ്ട് എങ്കിൽ, ആ ഫറ ആണാണ് എങ്കിൽ, സ്വത്ത് അനന്തരം എടുക്കുന്ന ഫറ ഉണ്ടെങ്കിൽ, അത് ആണാണെങ്കിൽ മകൻ്റെ പെൺമക്കൾക്ക് സ്വത്തില്ല. ഒന്നിലേറെ പെൺമക്കളാണ് ആ മയ്യത്തിന് അനന്തരം എടുക്കാനുള്ളത് എങ്കിൽ അപ്പോഴും എന്തില്ല, മകൻ്റെ പെൺമക്കൾക്ക് സ്വത്ത് വരില്ല. ഒരു പെൺകുട്ടിയാണ് സ്വത്ത് അനന്തരം എടുക്കുന്ന ഫറ ആയിട്ടുള്ളത് എങ്കിൽ ഇവർക്ക് എന്ത് കിട്ടും, 6-1 സ്വത്ത് വരി കിട്ടും. മനസ്സിലായി? ഇനി മയ്യത്തിൻ്റെയും അതേപോലെ തന്നെ ഈ ബനാത്തിബിൻ ബിൻതിബിൻ്റെയും ഇടയിൽ ഫറ ഇല്ല എങ്കിൽ ഒന്നുകിൽ ഇവർ അസബക്കാരാണ്, അപ്പോൾ ആണിൻ്റെ പകുതിയാണ് സ്വത്ത് വരി അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് 3/2 അവരുടെ കൂടെ മുഷാരിക്കത്ത് ഉണ്ടെങ്കിൽ. ഖലാസ്, ഇതാണ് നമ്മൾ പഠിച്ചതിൻ്റെ ആകത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.